ബാധിതരായിട്ടുള്ളത്. ഈ 2 ജില്ല തിരുവനന്തപുരവും പാലക്കാടും കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ HIV ബാധിതരായിട്ടുള്ളത് തൃശ്ശൂരിലാണ്. 2647 പേർക്കാണ് തൃശ്ശൂരിൽ രോഗബാധ ഉള്ളത്. ഇത് ആളുകളും ഈ 19-നും 25-നും ഇടയിലൊക്കെ പ്രായമുള്ള ആളുകളാണ് എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ അസുഖം ഉണ്ടാകാനുള്ള കാരണമായി പറയുന്നത് ഈ മയക്കുമരുന്ന് മറ്റും ഈ ഒരു സൂചി ഉപയോഗിച്ച കുത്തിയ ശേഷം അതേ സൂചി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ സിറിഞ്ചൊക്കെ ഉപയോഗിച്ച് മറ്റുള്ള ആളുകളും ഈ ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഈ പ്രധാനമായി പറയുന്ന ഈ രോഗം പടരാൻ പ്രധാനമായി കാരണം ആകുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് HIV പറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ ക്രിപ്പ് സർ. അപ്പോൾ പുതിയതായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് HIV എങ്ങനെയാണ് തടയാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം പറയാനുള്ളത് HIV കൂടാനുള്ള ഒന്നാമത്തെ കാര്യം ലഹരികൾ. മനസ്സിലായി, ലഹരികൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കണം. നമ്മൾ ലഹരി ഉപയോഗിക്കാൻ തടയും തോറും ഇതിനൊക്കെ ഫ്രസ്ട്രേഷൻ കൂടും. മനസ്സിലായില്ലേ? അതിന് സെയിം നമ്മൾ എക്സാമ്പിൾ ഞാൻ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ആ ഫുഡ് കിട്ടുന്നില്ല, കിട്ടാതെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടാതെ വന്നിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കും. ഒരാഴ്ച കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫുഡ് നിങ്ങൾ വലിച്ച് കഴിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ വലിച്ച് കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ താഴെയും പറയുകയാണ് കുറച്ചൊക്കെ ഒന്ന് സമീപനം വലിച്ച് കഴിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കത്തില്ല. നിങ്ങൾക്ക് അത്രയും നാളത്തെ വിശപ്പുള്ളിൽ അടക്കി നിങ്ങൾ കഴിക്കും. ഇതേ സംഭവമാണ്. മനസ്സിലായില്ലേ? അതേ സമയത്ത് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് കൃത്യമായി ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ആഹാരം നമുക്ക് കൃത്യമായി കഴിക്കാൻ പറ്റും. വേണമെങ്കിൽ ഒരു ദിവസം നമുക്ക് പട്ടിണി കിടക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൃത്യമായ അളവിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഓവറായിട്ട് മനസ്സിലായില്ലേ? ആ സിറ്റുവേഷനിലോട്ട് വരത്തില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ് സംഭവം. നമ്മൾ ലഹരികൾ ഒരുപാട് തടഞ്ഞു വയ്ക്കാൻ പാടില്ല. നമ്മൾ തടയാനുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ MDMA, അതേപോലെ തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡോപ്പമൈൻ, ഓക്സിഡോസിനൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന MDMA, അതേപോലെ ഡ്രഗ്സ്, ഇതേപോലെ പരിപാടികളൊക്കെ, സിറിഞ്ച് പോലത്തെ പരിപാടികളൊക്കെ. അപ്പോൾ ഈ ഒരു ലഹരി നമ്മൾ മൊത്തത്തിൽ ഇല്ലാതാക്കണം. സത്യം വെച്ച് നമ്മൾ എന്തോന്ന് ചെയ്യണം, ഇതേപോലെ മദ്യങ്ങൾക്ക് വില കുറച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് ചെയ്യാറുള്ളത്, മദ്യങ്ങൾക്ക് വില കുറച്ച് കൊടുക്കുക. അതേപോലെ ഡ്രഗ്സിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് ഡ്രഗ്സിനെ നമ്മൾ ഇതേപോലെ തൽക്കാലം ഫ്രീ ആക്കാൻ വിടുക. അത് മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ കഞ്ചാവ് പോലത്തെ ഇത് കുറച്ചൊക്കെ നാട്ടുകാർക്ക് ഉപയോഗിക്കുക, യൂസ് ചെയ്യാൻ കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറഞ്ഞു കിട്ടും. പിന്നെ അവൈലബിലിറ്റി എത്രത്തോളം കുറയോ അത്രത്തോളം ആക്രാന്തം കൂടും. അവൈലബിലിറ്റി എത്രത്തോളം കൂടുന്നുണ്ടോ അപ്പോൾ ആക്രാന്തം കുറയും. ഇതാണ് ഒരു തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ പഠിക്കണം. പിന്നെ വേറൊരു കാര്യം HIV കാര്യം, പിന്നെ ലൈംഗിക ബന്ധത്തിൻ്റെ കാര്യം. ഇപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒട്ടുമിക്ക ഈ വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 മുതൽ 25 വയസ്സെന്നാണ് പറയുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം ഈ പ്രായത്തിലുള്ള പിള്ളേർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന പ്രായമാണ്. ഡോപ്പമിൻ, ഓക്സിഡോസിൻ ഓവറായിട്ട് റിലീസ് ചെയ്യുന്ന പ്രായമാണ് ഈ പ്രായങ്ങളിലൊക്കെ. അപ്പോൾ ഈ പ്രായത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി കുട്ടികൾക്ക് തോന്നിക്കൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂത്തായിട്ടുള്ള ആൾക്കാർക്ക് തോന്നിക്കൊണ്ടിരിക്കും. 25-19 വയസ്സുള്ള ആൾക്കാർക്കൊക്കെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവർ എന്തോന്നായ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുകയും ചെയ്യും, അവസാനം അതിന് സൈഡ് എഫക്റ്റ് അനുഭവിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? നിങ്ങളൊരു ഒറ്റ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. ഈ കൂടുതൽ HIV ബാധിതരും ഒരുപാടായിട്ട് കാണപ്പെടുന്നത് പാവപ്പെട്ടവർക്കാണ്. അറിയാമോ? പാവപ്പെട്ടവരാണ് കൂടുതലും. അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തവർക്കാണ് കൂടുതൽ ഇതേപോലത്തെ HIV പോലത്തെ മാരക അസുഖങ്ങൾ ബാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല. പണക്കാർക്കൊന്നും സെക്സ് എഡ്യൂക്കേഷൻ ഒരുപാട് ഉണ്ട്, അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവർക്കൊന്നും സെക്സ് എഡ്യൂക്കേഷൻ അത്ര കാണത്തില്ല. അതൊരു റീസണാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയത് പിച്ചക്കാരെ നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഇഷ്ടം പോലെ കുട്ടികളാണ്. ഒരു സ്ത്രീക്ക് തന്നെ ഇഷ്ടം പോലെ കുട്ടികൾ ഇങ്ങനെ പിറ്റി കഴിക്കുന്നത്. നമ്മൾ തെരുവ് നായകളെ നോക്കിയാൽ മതി. ഒരു തെരുവ് നായിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-15 കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ കുറവിൻ്റെ സംഭവം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഇവർക്കെന്ന് വെച്ചാൽ സെക്സ് എഡ്യൂക്കേഷൻ ഏർപ്പെടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതിനകത്തുള്ള ബേസിക് എഡ്യൂക്കേഷനും കിട്ടത്തില്ല. അപ്പോൾ കൂടുതലും പാവപ്പെട്ടവർ, സാമ്പത്തികമായി സർവൈവ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് ഇതേപോലെ HIV ബാധ കൂടുതലായി കണ്ടുവരുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ഇതുകൊണ്ടാണ്. പാവപ്പെട്ടവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കുറവാണ്, പണക്കാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ട് അവർക്ക് അത്യാവശ്യം. എന്നാൽ പോലും നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് എഡ്യൂക്കേഷൻ കാര്യത്തിൽ അത്രയും മികച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ എല്ലാ പയ്യന്മാരും 19-25 വയസ്സുള്ള പയ്യന്മാർ എല്ലാവരും എന്താണ് ചെയ്യുന്നത്?
ഇപ്പോൾ ഈ പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി തുണ്ട് വീഡിയോ കാണും. ഷക്കീലയുടെ, സണ്ണിയുടെ, ഇത് തന്നെ മിയ ഖലീഫയുടെ ഏതെങ്കിലും തുണ്ട് വീഡിയോ കണ്ടാണ് ഇവർ സെക്സ് എഡ്യൂക്കേഷൻ പഠിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവർ ഈ പറയുന്ന പോൺ വീഡിയോസിൽ കാണിക്കുന്ന പല ക്യാരക്ടേഴ്സിനും അവർ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും ചെയ്യാതെയാണ് അവർ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയിലൊക്കെ പ്രചരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഇതാണ് ശരിക്കുള്ള സെക്സ് എന്ന് വിചാരിച്ചിട്ട് സേഫ്റ്റി പ്രിക്കോഷൻ എടുക്കാതെ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യും. ഈ വയസ്സ് അത്യാവശ്യം പ്രായമുള്ളവർ 25 വയസ്സായാലും ഇപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യും. മനസ്സിലായി അതാണ് സംഭവം. അപ്പോൾ പാവപ്പെട്ടവർക്ക് കൂടെ മനസ്സിലായില്ലേ, പാവപ്പെട്ടവർക്ക് കൂടെ നമ്മൾ എന്തോന്ന് ചെയ്യുക, സെക്സ് എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മനസ്സിലായില്ലേ? സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കേരളത്തിൽ ഒട്ടുമില്ലെന്നുള്ള എക്സാമ്പിളാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു സദാചാര അമ്മാവന്മാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണ് എക്സ്പോസ് ചെയ്ത ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങിയ കുഴപ്പം, അതേപോലെ തന്നെ പല സദാചാര നിയമങ്ങളും. അപ്പോൾ അതൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഫാക്ടറാണ്.